കാട്ടിൽ ഒരു മരം അങ്ങനെ വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിന്റെ ഒരു കൊമ്പിലെ ഇല പഴുത്ത് താഴേക്ക് വീഴാറായി. ഇലയ്ക്ക് പക്ഷേ താഴേക്ക് വീഴാൻ ഇഷ്ടമില്ലായിരുന്നു. താൻ താഴേക്ക് വീണുപോയാൽ ഈ മരത്തിന്റെ ഗതി എന്താകും, ഈ കൊമ്പിന്റെ ഗതി എന്താകും എന്നായിരുന്നു ഇലയുടെ ചിന്ത. അടുത്തുള്ള കൊമ്പ് ഇലയോട് പറഞ്ഞു, ഒരില താഴേക്ക് വീണുപോയാൽ പുതിയതായി കുരുന്ന ഇലകൾ കിളിർത്തു വരും, അങ്ങനെ മരം വലുതാവുകയുള്ളൂ. പക്ഷേ അതൊന്നും ഇലയ്ക്ക് വിശ്വാസമായില്ല. ഇല താഴേക്ക് വീഴാതെ പരമാവധി കൊമ്പിൽ തന്നെ പിടിച്ചിരിക്കാൻ ശ്രമിച്ചു. ശക്തമായ കാറ്റടിച്ചപ്പോൾ ഇല പക്ഷേ താഴേക്ക് വീണുപോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ പുതിയ കുരുന്ന് വരികയും ഇലകൾ തളിർത്ത് വളരുകയും ചെയ്തു. പഴയത് അവസാനിക്കുന്നിടത്ത് പുതിയത് തുടങ്ങുകയായി. ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണണമെന്ന് ശഠിച്ച് ആ ദർശനം ഉണ്ടാകുമ്പോൾ തോമസ് ലീഹയുടെ ജീവിതത്തിൽ സമഗ്രമായ ഒരു പുതുക്കം, ഒരു മാറ്റം ഉണ്ടാവുന്നതായി നമ്മൾ കാണുകയാണല്ലോ. നല്ല ഉറക്കം നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് പാലിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ, സ്ലീപ്പ് ഹൈജീൻ എക്സർസൈസസ് എന്ന് പറയും. 5-6 വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഒന്ന്, ആഴ്ചയിൽ ഒരു 6 ദിവസമെങ്കിലും കൃത്യമായൊരു സമയത്ത് ഉറങ്ങാൻ കിടക്കണം, കൃത്യമായൊരു സമയത്ത് ഉണരണം. നീണ്ട ദണ്ഡ നമസ്കാരങ്ങൾക്കും പീഡാസഹനങ്ങൾക്കും ശേഷം ഉയർപ്പ്. ഉയർപ്പിൽ എല്ലാം പുതുതാക്കപ്പെടുകയാണ്. സമ്പ്രദായങ്ങൾ എല്ലാം മാറി മറിയുകയാണ്. പുതിയ സന്തോഷം, പുതിയ പ്രതീക്ഷ, പുതിയ ആരാധന. ആരാധനയിൽ തന്നെ ആഴ്ചവട്ടത്തിന്റെ 7-ാം നാൾ 1-ാം നാളായി മാറുകയാണ്. അതുമാത്രമോ, അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക് പുതുക്കത്തിന്റെ ഞായർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് പുതുഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയെ നമ്മൾ പുതു ഞായറാഴ്ച എന്ന് വിളിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രമാണം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അതൊരു പരിപൂർണമായ പുതുക്കം നമ്മളുടെ ജീവിതത്തിലുണ്ടാക്കും. ഈ പുതുഞായറാഴ്ച ദിവസം ഈ പുതുക്കം, ജീവിതത്തിനുണ്ടാകുന്ന പുതുക്കം, പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പുതുക്കത്തിൻ്റെ അനുഭവം, ഇതിന് മാതൃകയാരാ? ഉത്തരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്ത് 8-ാം ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാഴ്ച വൈകുന്നേരം ശിഷ്യന്മാരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സവിശേഷമായി തോമാസ് ലീഹായ്ക്ക്, അവരുടെ എല്ലാവരുടെയും നടുവിൽ തോമാസ് ലീഹായ്ക്ക് സവിശേഷമായി പ്രത്യക്ഷപ്പെടുകയാണ്. അതെല്ലാം നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് വിവരിക്കണമെന്നില്ലല്ലോ. തോമാസ് ലീഹായുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ട സന്ദർഭം. ഇതാണ് ആ പുതുക്കമാണ്. ആ പുതുക്കം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പുതുഞായറാഴ്ചയാകുന്നത്. പുതുക്കം നൽകുന്ന അനുഭവം പുനരുദ്ധാനം ചെയ്ത കർത്താവ് തരുന്നു. ഇതിന് മാതൃകയായി നമ്മളുടെ മുമ്പിൽ സഭ അവതരിപ്പിക്കുന്നത് നമ്മളുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർ തോമാസ് ലീഹായാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണുമ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുകയാണ്. എനിക്ക് എൻ്റെ കർത്താവിനെ, പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണണമെന്ന് ശഠിച്ച് ആ ദർശനം ഉണ്ടാകുമ്പോൾ
തോമസ് ലീഹായുടെ ജീവിതത്തിൽ സമഗ്രമായ ഒരു പുതുക്കം, ഒരു മാറ്റം ഉണ്ടാവുന്നതായി നമ്മൾ കാണുകയാണല്ലോ. ആ മാറ്റം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടതുണ്ടെന്ന് പൊതു ഞായറാഴ്ച നമ്മളെ പ്രത്യേകമായി സഭ പഠിപ്പിക്കുന്നു. അതിന് മാതൃകയായി തോമസ് ലീഹായെ നമുക്ക് കാണണം. തോമസ് ലീഹ ഭാരതത്തിലേക്ക് വന്ന് സുവിശേഷം അറിയിച്ചു, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു, നമ്മളെയും ക്രിസ്തുവിലാക്കി. ആ ഒരു വലിയ പുതുക്കത്തിൻ്റെ അനുഭവം നമ്മളുടെ ജീവിതത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതാണെന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കുകയാണ് പൊതു ഞായറാഴ്ച ദിവസം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു വലിയ പാഠം, പൊതു ഞായറാഴ്ച തുടങ്ങി ഒരു പഴയ സമ്പ്രദായത്തിൽ നിന്ന് പുതിയ സമ്പ്രദായത്തിലേക്കുള്ള മാറ്റമുണ്ടാവുകയാണ്. പഴയ ആരാധനാ സമ്പ്രദായം, ആരാധനാ രീതി, പഴയ നിയമത്തിൽ ആരാധനാ ദിവസം ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലായിരുന്നു, ശനിയാഴ്ച ദിവസം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായി മാറുകയായി. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു, അതനുഭവിച്ചു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം നുറുക്കി, അതിനുവേണ്ടിയാണ് അവർ ഒന്നിച്ചു കൂടുന്നത്. ഈ ദിവസത്തെ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്തൃദിവസം എന്നും പേര് കൊടുത്തിരിക്കുന്നു. പഴയ സമ്പ്രദായത്തിൽ നിന്ന് ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് വരികയാണ്. ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ ദിവസം പഴയ നിയമത്തിലെ ആരാധനാ ദിവസമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ദിവസം, ഖ്യംതോ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം നമ്മൾ ക്രിസ്ത്യാനികൾ ഒന്നിച്ചുകൂടി ആരാധിക്കുകയാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കി, എല്ലാവരും ഒരു കൂട്ടായ്മയിലായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതായി നമ്മൾ പ്രത്യേകമായി അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോസ്തലന്മാരുടെ ഒരു ഉപദേശം കേട്ടു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഇങ്ങനെ കൂടുന്ന ഒരു പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുകയായി എന്ന് നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പൊതു ഞായറാഴ്ച ഇങ്ങനെ ഒരു പുതുക്കത്തിൻ്റെ ദിവസമായി നമ്മൾ കാണേണ്ടതാണ്. ആ പുതുക്കം നമ്മളുടെ ജീവിതത്തിന് നൽകുന്നത് പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ പുതുക്കപ്പെടുന്നവരായി, രൂപാന്തരപ്പെടുന്നവരായി മാറുമ്പോൾ ഒരു പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുകയായി. ഒരു പുതിയ കമ്മ്യൂണിയൻ, ഫെലോഷിപ്പ് ഈസ് ബീയിങ് ക്രിയേറ്റഡ്. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആ പുതിയ കൂട്ടായ്മ നമ്മൾ ആചരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, വിശുദ്ധ കുർബാന അർപ്പിച്ചു, അത് അനുഭവിച്ചും നമ്മൾ പ്രത്യേകമായി ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു സമർപ്പിതരായി ആ പുതുക്കം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സഭ നമ്മളോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെ, പൊതു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതുക്കപ്പെടേണ്ട ഞായറാഴ്ചയാണ്. എങ്ങനെ? പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ നോക്കി നമ്മൾ പുതുക്കപ്പെടണം. 1. 2, ആ ദിവസം നമ്മൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ, കുർബാന അർപ്പിച്ച് കുർബാന അനുഭവിക്കുവാൻ, ദൈവവചനത്തിലൂടെ അപ്പോസ്തലന്മാരുടെ ശബ്ദം കേട്ട്, വാക്കുകൾ കേട്ട് ആ പ്രമാണത്തെ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ള ഒരു ദിവസമായി നമ്മൾ രൂപാന്തരപ്പെടുത്തണം എന്ന് വീണ്ടും
ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ പുതുക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു കമ്മ്യൂണിയൻ ഓഫ് എ പീപ്പിൾ, ഓഫ് എ ചർച്ച് renewed by the resurrection of our Lord. A new community renewed by the resurrection of our Lord. ഒരു പുതിയ കൂട്ടായ്മ, ഒരു പുതിയ സംഘം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ പുതുക്കപ്പെടുന്ന, നിരന്തരം പുതുക്കപ്പെടുന്ന, പുതുക്കത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്ന ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്, ഒരു കമ്മ്യൂണിയൻ. കുഞ്ഞുങ്ങളെ, അങ്ങനെയാവാം നമ്മുടെ പുതുക്കം നമ്മുടെ കർത്തൃ ദിവസത്തിൻ്റെ ആരാധനയിലൂടെ. ദൈവതമ്പുരാൻ നിങ്ങളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവധിക്കാലം ആഘോഷത്തിൻ്റെതാണ്. അയൽവക്കത്തെ കൂട്ടുകാരോടൊപ്പം കളിക്കുക, അമ്മ വീട്ടിൽ പോകുക, ഇതൊക്കെയായിരുന്നു പണ്ട് പതിവ്. ഇന്ന് അതൊന്നും അത്ര പ്രായോഗികമല്ല. രാവിലെ പഠിക്കുക, പിന്നെ സ്കൂളിൽ പോകുക, അവിടെ ഇരുന്ന് പഠിക്കുക, പിന്നെ തിരികെ വീട്ടിൽ വരിക, കൂട്ടുകാരോടൊപ്പം കളിക്കുക, അല്ലെങ്കിൽ പഠിക്കുക, പിന്നെ ഉറങ്ങുക. ഇതിനൊക്കെ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. അവധിക്കാലം വന്നതോടെ ഈ ടൈം ടേബിൾ അപ്പാടെ ഇല്ലാതായി. ഇനി എന്താ ചെയ്യുക? പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചാൽ അത് അത്ര ആരോഗ്യപരമല്ല. വീട്ടിനകത്തിരുന്നാലോ അതും അത്ര ആരോഗ്യപരമല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അവധിക്കാലം ഉല്ലാസകരവും ആരോഗ്യപരവും ആക്കി മാറ്റാം. ഇന്നത്തെ ലെസൺ ഫോർ ലിവിങ്ങിലേക്ക് ശീലിക്കാം നിദ്രാശുചിത്വവും വ്യായാമവും. നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ. പരീക്ഷയെ കഴിഞ്ഞ് സ്കൂള് വേനലവധിക്ക് വേണ്ടി അടച്ചിരിക്കുകയാണ്. ഇനി 2 മാസം നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ച് നടക്കാൻ പറ്റുന്ന സമയമാണ്. പക്ഷേ ചൂട് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത് വലിയ പ്രശ്നമാകുന്നു. മറ്റൊരു വശത്ത് ഒരുപാട് കുട്ടികൾ മൊബൈൽ ഫോണുമായിട്ട് സ്വന്തം മുറിക്കുള്ളിലേക്ക് കയറി കതവടയ്ക്കുന്നു, പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, കളിക്കാൻ പോകുന്നില്ല, ഓൺലൈൻ ഗെയിമുകൾക്ക് അഡിക്റ്റായി മാറുന്നു. ഇങ്ങനെയൊക്കെ പരാതികൾ പല മാതാപിതാക്കളും പറയാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അവധിക്കാലം ഏറ്റവും ഫലപ്രദമായി, സന്തോഷകരമായി, ആരോഗ്യകരമായി നമുക്ക് ചെലവിടാൻ സാധിക്കുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. അവധിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇതുവരെയുള്ള കാലഘട്ടത്തിലെ ഒരു ജീവിതക്രമം താളം തെറ്റാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അവധിക്കാലം. ഇത്രയും നാളും സ്കൂളിൽ പോകണമെന്നുള്ളതുകൊണ്ട് നിശ്ചിതമായൊരു സമയത്ത് ഉണരും, പിന്നെ പഠിക്കും, സ്കൂളിൽ പോകും, തിരിച്ചു വന്നിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യും. അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതെ ആയതുകൊണ്ട് തന്നെ തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ ഉണരുക, മൊബൈലുമായിട്ട് ദിവസം മൊത്തം കട്ടിലിൽ കിടക്കുക, ഈ രീതിയിലേക്ക് ചില കുട്ടികളെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതക്രമം, ലൈഫ് സ്റ്റൈൽ, അത് വളരെ കൃത്യമായിട്ട് ഈ അവധിക്കാലത്തും പാലിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 8 മണിക്കൂർ തുടർച്ചയായി രാത്രിയിൽ ഉറങ്ങണം. അതിൽ യാതൊരു മാറ്റവും വരാൻ പാടില്ല. ഉറങ്ങേണ്ട സമയവും നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ഒരു ശരാശരി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങാൻ കിടക്കുക, രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് എഴുന്നേൽക്കുക, അത് മതിയാവും. ചിലർ നേരത്തെ ഉറങ്ങുന്നവരുണ്ട്, 9 മണിക്ക് ഉറങ്ങി 5 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്, ഒരു 12 മണിക്ക് ഉറങ്ങിയിട്ട് 8 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്. പരമാവധി അതുവരെയൊക്കെ പോകാം.
പക്ഷെ പലപ്പോഴും കുട്ടികൾ ഉറങ്ങുന്നത് രാവിലെ 3 മണിക്കും 4 മണിക്കും ഒക്കെ, ഉണരുന്നത് ഉച്ചയ്ക്ക്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത്ര നല്ലതല്ല. കഴിയുന്നത് ഒരു 10-നും 11-നും ഇടയ്ക്ക് ഉറങ്ങാൻ കിടക്കുക, രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് ഉണരുക. അതായിരിക്കും ഏറ്റവും ആരോഗ്യകരം. പല കൂട്ടുകാരും പറയാറുണ്ട് നല്ല ഉറക്കം കിട്ടുന്നില്ല, രാത്രിയിൽ ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ചൂടാണ്, പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം കിട്ടുന്നില്ല. നല്ല ഉറക്കം നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് പാലിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ, സ്ലീപ്പ് ഹൈജീൻ എക്സർസൈസസ് എന്ന് പറയും. 5-6 വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഒന്ന്, ആഴ്ചയിൽ ഒരു 6 ദിവസമെങ്കിലും കൃത്യമായൊരു സമയത്ത് ഉറങ്ങാൻ കിടക്കണം, കൃത്യമായൊരു സമയത്ത് ഉണരണം. ഈ ഉറങ്ങുന്ന സമയം മാറ്റിക്കൊണ്ടിരിക്കരുത് ഓരോ ദിവസവും. ശനിയാഴ്ച വൈകുന്നേരം എങ്ങാണ് നിങ്ങൾക്ക് പുറത്തു പോകണം, ഒരു സെക്കൻഡ് ഷോ കാണാൻ പോകണം, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകണം, കുഴപ്പമില്ല, ഇത്തിരി വൈകിയാലും സാരമില്ല. ബാക്കിയുള്ള 6 ദിവസവും കൃത്യമായൊരു സമയത്ത് ഉറങ്ങുക, കൃത്യമായ സമയത്ത് ഉണരുക. വൈകിട്ട് 4 മണി കഴിഞ്ഞ് ചായ, കാപ്പി, കോള എന്നീ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. കാരണം ഇതിലൊക്കെ കഫീൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട്. അത് നമ്മുടെ ഉറക്കം വരുന്നത് തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് 4 മണി കഴിഞ്ഞ് അത് ഒഴിവാക്കണം. നമ്മൾ ഉറങ്ങുന്നതിനൊരു 5 മുതൽ 6 മണിക്കൂർ മുൻപ് 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്യണം. അപ്പോൾ വൈകുന്നേരം 4-നും 6-നും ഇടയ്ക്കുള്ള സമയം ഇളം വെയിലാണ്. ആ സമയത്തൊരു 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമം, അത് ഓട്ടമാവാം, ജോഗിംഗ് ആവാം, നല്ല വേഗത്തിലുള്ള നടത്തമാകാം, ഫുട്ബോൾ കളിക്കുന്നതാകാം, നീന്തലാകാം, സൈക്ലിംഗ് ആകാം, എന്തുമാകാം. ഒരു 1 മണിക്കൂറെങ്കിലും ശരീരം വിയർക്കുന്ന രീതിയിൽ വെയിൽ കൊണ്ടുള്ള വ്യായാമം. അതുവഴി നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഒക്കെ കൂടുകയും നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂടുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കാൻ ശ്രമിക്കണം. കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം, ഉദാഹരണത്തിന് ദീർഘശ്വസന വ്യായാമം മതി. നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മളൊരു കസേരയിൽ ഇരുന്നിട്ട് ആ മുറിയിലെ ലൈറ്റൊക്കെ അണച്ച് കണ്ണടച്ചിരുന്ന് ദീർഘമായി 2 മൂക്കിലൂടെയും 1 സെക്കൻഡ് സമയമെടുത്ത് നല്ല സൗണ്ടോടെ ശ്വാസം അകത്തോട്ട് വലിക്കാം. ഒരു 5 സെക്കൻഡ് സമയമെടുത്ത് വളരെ പതിയെ ശ്വാസം പുറത്തോട്ട് വിടാം. ഇതാണ് 1:5 ബ്രീത്തിങ്. കണ്ണടച്ചിരുന്ന് ഒരു 25 പ്രാവശ്യം ഇത് ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കാം. ഇനി നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള 1 മണിക്കൂർ നേരമെങ്കിലും എല്ലാ ദൃശ്യമാധ്യമങ്ങളും, മൊബൈൽ ഫോൺ, ഐപാഡ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, TV അടക്കം സകല ദൃശ്യമാധ്യമങ്ങളും കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 1 മണിക്കൂർ നമുക്ക് ഒഴിവാക്കാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നല്ല ഉറക്കം കിട്ടും. ഉറക്കത്തെ പോലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് വ്യായാമം. പലരും പറയാറുണ്ട്, ഭയങ്കര ചൂടല്ലേ, പുറത്തു പോയി കളിക്കുന്നതും ഒക്കെ നമുക്ക് പറ്റുമോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ വലിയ തിളച്ച വെയിലൊന്നുമില്ല. പരമാവധി 9 മണി വരെ 9 മണി വരെ വലിയ തിളച്ച വെയിലൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് കളിക്കാൻ പോകാം. വൈകുന്നേരം 4 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് കളിക്കാൻ പോകാം. ഇപ്പം രാവിലെ ഒരു 9 തൊട്ട് വൈകിട്ട് 4 വരെയുള്ള സമയത്ത് വെയിലത്ത് കളിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്, പല കാരണങ്ങൾ കൊണ്ടും. കാരണം തീവ്രമായ ചൂടായതുകൊണ്ട് സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു സംഗതി വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുക. അതുകൊണ്ട് രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 വരെ പുറത്തിറങ്ങാതിരിക്കുക. രാവിലെ 6-നും 9-നും ഇടയ്ക്കുള്ള സമയത്ത് കളിക്കാൻ പോകാം, വൈകിട്ട് 4-നും 6-നും ഇടയ്ക്കുള്ള സമയത്ത് കളിക്കാൻ പോകാം. അപ്പോൾ ഈ 2 നേരവും വേണമെങ്കിൽ ഓരോ മണിക്കൂർ വീതം രാവിലെയും വൈകിട്ടും കളിക്കാൻ പോയാലും തെറ്റില്ല. റെഗുലറായിട്ട് ഈ വ്യായാമം ചെയ്യുക വഴി 3-4 ഗുണങ്ങളുണ്ട്. തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടും, അതുവഴി നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടും. തലച്ചോറിലെ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടും, നമ്മൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടും, നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. മാത്രമല്ല, ഈ സൂര്യപ്രകാശം കൊള്ളുന്നതുകൊണ്ട് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, വിജ്ഞാന വിശകലനത്തിന്റെ വേഗത കൂട്ടും. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും ഓർത്തിരിക്കാനും അതുവഴി സാധിക്കും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുകയും ചെയ്യും. ഇനി സ്കൂളൊക്കെ തുറന്ന് മഴക്കാലമൊക്കെ വരുമ്പോൾ വഴിയിൽ നിന്ന് ആരെങ്കിലും ചുമച്ചാലോ തുമ്മിയാലോ ഒന്നും ആ പനിയൊന്നും നമുക്ക് പിടിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ടൈം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ടൈമിൽ ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഉത്തരം. UV ഇൻഡെക്സ് റേഷ്യോ ഏറ്റവും കൂടുതലായി കാണുന്ന സമയം ഏതാണ്? രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ. പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരുടെയും ഉത്തരം ശരിയാണല്ലോ അല്ലേ? ഇനി 10 മണി എന്നത് 11 മണി എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും ഉത്തരം ശരിയാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഭാരതത്തിന്റെ അപ്പോസ്തലൻ ആരാണ്? എത്ര എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ കൂട്ടുകാരെ? എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ ഞങ്ങളുടെ ടീം ലീഡേഴ്സിന് ഉത്തരങ്ങൾ അയച്ചു കൊടുക്കുക. ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്.
അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ TVയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് എന്ന് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.